Good evening, all of you. Now, today's topic is on sentence rearrangement. It's a compulsory question for both bank aspirants and SSC aspirants. SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ഈ ചോദ്യത്തെ എങ്ങനെ സമീപിക്കണം, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കുക. പലരും ഇത് ചെയ്യുമ്പം തെറ്റിപ്പോകാറുണ്ട് കൂടുതലും. പക്ഷേ അത് നമ്മളിത് ഈ ക്വസ്റ്റ്യനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാകണം കേട്ടോ. ബാങ്ക് ആണെങ്കിലും SSC ആണെങ്കിലും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ജനറലി ബാങ്ക് ബേസ്ഡ് ആണ്, ബാങ്ക് ഫോക്കസ്ഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. SSCക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ലെവൽ ഉണ്ടാവില്ല. ഞാൻ കാണിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ലെവൽ ഉണ്ടാവില്ല SSCക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ബാങ്ക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ റീഡിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വിച്ച് ടെസ്റ്റ് വൺസ് റീഡിംഗ് എബിലിറ്റി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ആസ്പിരൻറ്റിന് ഒരു റീഡിംഗ് സ്കിൽ, അതർവൈസ് റീഡിംഗ് എബിലിറ്റി ഉള്ള ആളായിരിക്കണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് ദാറ്റ് റീഡിംഗ് സ്പീഡ്, റീഡിംഗ് എബിലിറ്റി, റീഡിംഗ് സ്കിൽ, റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ക്വിക്ക്ലി കേട്ടോ. ഇങ്ങനെയുള്ള ചില സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ബേസിക്കലി ഐ കനോട്ട് ഗീവ് യു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഫോർ സച്ച് എ ക്വസ്റ്റ്യൻ കേട്ടോ. അതെപ്പോഴും ഓർക്കണം. ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, അതർവൈസ് പാരാജംബിൾസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, these types of questions are purely reading based. Purely they test one aspirant's reading and understanding ability. One should have that reading skill കേട്ടോ. ആ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ടും ടൈം കൺസ്യൂമിങ് ആവാതെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് വൺ അല്ലേ. ഈ ഒരു പസിൽ ടൈപ്പ് ക്വസ്റ്റൻ ആയത് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും വായിക്കുമ്പം ഒരു പാരഗ്രാഫ് വായിച്ചാലും 2 പാരഗ്രാഫ്സ് വായിച്ചാലും ഒരു പാസേജ് വായിച്ചാലും അതിൻ്റെ കണക്ടിവിറ്റി നോക്കണം. ഹൗ ദീസ് സെൻറ്റൻസസ് ആർ ഇൻ്റർലിങ്ക്ഡ്. അപ്പോൾ ഒത്തിരി പേരും ഇങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് വായിക്കുന്നുണ്ടെന്നൊക്കെ പറയുമെങ്കിലും ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ടെസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ, ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ, നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന സെൻറ്റൻസ് കറക്ഷൻ, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, പാരാജംബിൾസ്, പാരാ ഫോർമേഷൻ, ക്ലോസ് ടെസ്റ്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ഒന്ന് ക്രാക്ക് ചെയ്യാൻ, ഫേസ് ചെയ്യാൻ ഉള്ളൊരു എബിലിറ്റി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു റീഡിങ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ സക്സസ്ഫുൾ ആയിട്ട്. ഐ സേ അഗെയിൻ ദാറ്റ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ക്യാൻ ബി ഗിവൺ ഫോർ സച്ച് ക്വസ്റ്റ്യൻസ് ബിക്കോസ് സെൻറ്റൻസ് ടു സെൻറ്റൻസ് ദ കോണ്ടെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് കേട്ടോ. അപ്പോൾ ഓരോ കോണ്ടെക്സ്റ്റും എങ്ങനെയാണ് അവിടുത്തെ ടോപ്പിക്കിനനുസരിച്ച് ഇൻ്റർലിങ്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ, യു ക്യാൻ ഈവൻ മേക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് സിംഗിൾ സെൻറ്റൻസ് ആൻഡ് ഗിവ് ടു സംബഡി എൽസ് ആൻഡ് ടെൽ ഹിം ഓർ ഹെർ ടു റീഅറേഞ്ച് ദ സെൻറ്റൻസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പസിൽ. സോ യു ക്യാൻ ഡു ഇറ്റ് ആസ് എ ഗെയിം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒരാളൊരു സെൻറ്റൻസ് എടുക്കുന്നു, അതിനെ ബ്രേക്കപ്പ് ചെയ്യുന്നു, വേറൊരു ടീമിന് കൊടുക്കുന്നു, അവരതിനെ സോൾവ് ചെയ്യുന്നു, നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് പഠിക്കണം. വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഹൗ ദീസ് സബ്സിക്വൻറ്റ് സെൻറ്റൻസസ് what is the idea flow, how they are interlinked and what are the connectors and linkers. മനസ്സിലായോ? അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, പഠിച്ച്. അപ്പോൾ റീഡിങ് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പാർട്ട് മുഴുവൻ ഈസി ആയിട്ടും എളുപ്പത്തിലും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഫോർ ബാങ്ക് ആസ്പിരൻസ്, ദിസ് ഈസ് എ ബേബി സ്റ്റെപ്പ് ടു സോൾവ് യുവർ പാരാജംബിൾ, പാരാ ഫോർമേഷൻ ക്വസ്റ്റ്യൻസ് കേട്ടോ. 5 മാർക്ക് കിട്ടുന്നതാണ് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും. പാരാ ഫോർമേഷൻ അല്ലെ പാരാജംബിൾസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ആസ്പിരൻ്റ് എപ്പോഴും നോക്കും ഈ പാരാജംബിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടരുതെന്നാണ് കൂടുതൽ പേരും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. കാരണം ഇറ്റ് ഈസ് എ പസിൽ. കിട്ടി പോയെങ്കിൽ മുഴുവൻ പോയി, അങ്ങനെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് പാരാ ഫോർമേഷൻ ക്വസ്റ്റ്യൻസ്, പാരാ ജംബിൾസ് എന്നും പറയും. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യനെ സോൾവ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാനും ഉള്ളൊരു ബേബി സ്റ്റെപ്പ്
ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അത് ചെയ്യാൻ സാധിക്കത്തില്ല ഒട്ടും. Because that is para formation. You are supposed to form a paragraph from the sentences given, because a paragraph is given to you totally jumbled. Here a sentence is given to you totally jumbled. Make it unjumbled. മനസ്സിലായല്ലോ? അതുകൊണ്ട് നന്നായിട്ട് റീഡിങ് ഡെവലപ്പ് ചെയ്യണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനാണ് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രാറ്റജീസ് കേട്ടോ. എപ്പോഴും സ്ട്രാറ്റജീസ് എങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്യണം കേട്ടോ. കൂടുതലും നമുക്ക് ഉള്ള 20 മിനിറ്റ്സിൽ ഏറ്റവും ചിലരൊക്കെ അവസാനം അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ഈ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാരാജമ്പിൾസ്. കാരണം ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ സ്റ്റക്കപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലരിത് തൊടാറില്ല. പാരാജമ്പിൾസിൽ തൊടാതെ ചെയ്യുന്നവരുമുണ്ട്. 25 മാർക്സിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. റീഡ് ദ ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി കേട്ടോ. ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം, പെട്ടെന്ന് ആൻസർ എടുക്കാനായിട്ടും ശ്രമിക്കണം. സി ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഗിവൺ ടു യു. ഇഫ് യു ക്യാൻ റീഡ്, സി in each of the questions given below, a sentence has been divided into 5 parts. Rearrange the parts of the sentence into make a grammatically correct and contextually meaningful statement or sentence is the question. ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? റീഅറേഞ്ച് അല്ലേ. In each of the following questions given by a sentence has been divided into 5 parts, A, B, C, D, E, and rearrange the parts of the sentence. അപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കണം. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ലുക്ക് അറ്റ് ദി ഓപ്ഷൻസ് കേട്ടോ. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ യു ക്യാൻ സി, ഓപ്ഷൻസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ ഓപ്ഷൻ സി. ഫസ്റ്റ് പാർട്ട് ഉണ്ട് ഇവിടെ. ഇ ആണ്. ഇ, ദെൻ സി, ദെൻ നോ റീഅറേഞ്ച്മെൻറ്റ്, ദെൻ ബി, ദെൻ ഡി. അപ്പം ഓപ്പണിംഗ് പാർട്ട് കിട്ടിയാൽ മതി. വിച്ച് പാർട്ട് ബിഗിൻസ് ദ സെൻറ്റൻസ് അല്ലേ. ഈ സെൻറ്റൻസിൻ്റെ ഓപ്പണിംഗ് പാർട്ട് കണ്ടുപിടിച്ച് ആൻസർ കിട്ടും. കാരണം മറ്റ് ഓപ്ഷൻസ് എല്ലാം ഡിഫറെൻ്റ് അല്ലേ. സെയിം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇ ആണ്, ഇവിടെ സി. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് പാർട്ട് ഏതാണെന്ന് കൺഫേം ചെയ്യുക കേട്ടോ. ഇത് വായിച്ചു നോക്കാം. എ ഹെൽത്ത് ബുള്ളറ്റിൻ റിലീസ്ഡ് ബൈ ദി ഡൽഹി ഗവൺമെൻറ് in the capital in the past 24 hours taking as many as 3,227 new COVID-19 cases were reported. The total number of cases 2,76,325 according to. So എവിടെയെങ്കിലും ഒരു കണക്ടിവിറ്റി കിട്ടുന്നുണ്ടോ? സംവെയർ യു ഗെറ്റ് എ കണക്ടിവിറ്റി വായിക്കുമ്പോൾ. ഇപ്പോൾ ഡി ഇ എങ്ങനെ തോന്നുന്നു? ഡി ഇ കണ്ടോ. ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 2,76,325 according to what? According to a health bulletin released by the Delhi. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നു? ഇതൊരു പെയർ കിട്ടുന്നു. ഡി ദെൻ ഇ ദെൻ എ എന്നൊരു പെയർ കിട്ടുന്നുണ്ടല്ലോ. ഡി ഇ കിട്ടുന്നുണ്ടോ? ഡി ഇ. സി വെർ ഈസ് ഡി? ഡി വിച്ച് ഈസ് കണ്ടോ. ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 2,76,325 according to a health bulletin released by the Delhi government. അപ്പോൾ അത് ഡി എ എന്നുള്ള ഓപ്ഷൻ വരുന്നത് എവിടെ വരുന്നു? ഡി എ. സോ ഈ ഒരു ആൻസർ കണ്ടോ. സി ബി ഡി എ ദിസ് വൺ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും ഒരു പെയറാണ് കണ്ടോ. സി ബി ബി ഡി എ കണ്ടോ. ഇവിടെ ഇത് ഏത്? ഡി ഇ കണ്ടോ. ഡി ഇ ഒരു പെയറാണ്. അപ്പം ഡി ഒരു പെയറാകുമ്പം അതിൻ്റെ കൂടെ ആരാ? അപ്പം ഡി ഇ എ എന്നുള്ള ഒരു കണക്ടിവിറ്റി കിട്ടുന്നത് ഡി എ. അപ്പോൾ ഡി ഇ എ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇതാണ്. അതൊരു വേ ഓഫ് തിങ്കിങ്. മറ്റൊന്ന് ഫൈൻഡ് ഔട്ട് ദി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ ദ ക്യാപിറ്റൽ പറ്റത്തില്ല. പിന്നെ സി ആണ് ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ടോ. ആസ് മെനി ആസ് 3,227 ന്യൂ COVID-19 കേസസ് വെയർ റിപ്പോർട്ടഡ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ബി എടുക്കും. എന്ത്? ഇൻ ദ ക്യാപിറ്റൽ കണ്ടോ. സി ബി ഒരു പെയറല്ലേ. സി ബി ഒരു പെയറല്ലേ. സി ബി വായിച്ച്. സി ബി വായിച്ച്. ആസ് മെനി ആസ് 3,227 ന്യൂ കോവിഡ് കേസസ് വെയർ റിപ്പോർട്ടഡ് ഇൻ ദ ക്യാപിറ്റൽ. അപ്പോൾ സി ബി എന്നുള്ളത് ഒരു പെയർ. അപ്പോൾ സി ബി ഡി എ. സി ബി ഡി എ. അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടി ഈ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും സമയമൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് പോലെ രീതി നിങ്ങൾ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. എവിടെയാണ് എൻ്റെ കാണാം. അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സി ബി ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള സ്ട്രാറ്റജി വേണം കേട്ടോ. നമുക്ക് ഫീൽ ചെയ്യാം.
പെയർ കണ്ടുപിടിക്കണം. ഡെഫിനറ്റ് പേഴ്സ് പരസ്പരം പെയർ, ചിലപ്പോൾ എ ബി ചിലപ്പോൾ ഡി എന്നൊരു പെയർ ആയിരിക്കും. അങ്ങനെയോ അല്ലെങ്കിൽ ഓപ്പണിംഗ് പാർട്ടോ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഈ സെയിം സ്ട്രാറ്റജി ആ പാരാ ജംബിൾസിലും കേട്ടോ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക, പിന്നെ അതിൻ്റെ കണ്ടിന്യൂയിങ് സ്റ്റേറ്റ്മെൻറ്റ്, സബ്സിക്വൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കുക, ആൻഡ് ഫൈനലി കൺക്ലൂഡിംഗ് സെൻറ്റൻസ് കണ്ടുപിടിക്കുക. അതിന് മുമ്പായിട്ട് ബിഫോർ ദാറ്റ് യു ഷുഡ് ഫീൽ ദ ടോപ്പിക്, വാട്ട് ടോപ്പിക് ഈസ് ഡിസ്കസ്ഡ് ഇൻ സെൻറ്റൻസ് ഓർ ഇൻ ദ പാരഗ്രാഫ് കേട്ടോ. അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇനിയുള്ളത് നമുക്ക് പെട്ടെന്ന് ചെയ്തങ്ങ് പോകാം കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ട് മനസ്സിലാക്കുക, ആൻസർ എടുക്കാനായിട്ട് ശ്രമിക്കുക, വായിക്കാനും ശ്രമിക്കുക നന്നായിട്ട് കേട്ടോ. വളരെ വ്യക്തമായിട്ട് വായിക്കാൻ നിങ്ങൾ ലോജിക്കലായിട്ട് വായിക്കണം, വ്യക്തമായി ചുമ്മാ ഇങ്ങനെ വായിക്കരുത് കേട്ടോ. വെറുതെ കുറേ വാക്കുകൾ വായിക്കരുത്. ഡോണ്ട് റീഡ് വേർഡ്സ് ബട്ട് റീഡ് ഐഡിയാസ്, റീഡ് ദ മീനിങ് ആൻഡ് ഇംപ്രൂവ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഭയങ്കര സക്സസ്. ഇത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് നമുക്ക് ബാക്കി എല്ലാ ഏരിയയും വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇംഗ്ലീഷ് പാഠത്തിൽ കേട്ടോ. ഷാൽ വി പ്രൊസീഡ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ലുക്ക് അറ്റ് എക്സാമ്പിൾ നമ്പർ 2. Again the same instruction. I don't want to read the instruction again കേട്ടോ. A sentence has been divided into 5 parts. Rearrange the parts of the sentence to make a grammatically correct and contextually meaningful statement or sentence. Read instructions quickly കേട്ടോ. ഇൻസ്ട്രക്ഷൻസ് പെട്ടെന്ന് വായിക്കണം, മനസ്സിലാക്കണം. ഇൻസ്ട്രക്ഷൻ വായിക്കാതിരിക്കരുത്, കാരണം ഇൻസ്ട്രക്ഷന് ചിലപ്പം വ്യത്യാസം വരാറുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പം മറ്റ് ഇൻസ്ട്രക്ഷൻസ് വേറെ രീതിയിൽ കൊടുത്തിരിക്കുന്നത് കാണാം. സ്റ്റാർട്ട് റീഡിങ്. The Delhi High Court allowed the CBI and ED's appeal is A. Former telecom AB, then former telecom minister A. Raja and others for an early hearing on its leave to appeal against the 2G case verdict acquitting is the sentence which is broken up in fragments given in different parts, 5 parts, A to E, 5 parts. Send it. നമുക്ക് നോക്കാം. ഡൽഹി ഹൈക്കോർട്ട് അലൗഡ്. അപ്പോൾ അത് വായിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഈ എയും ബിയും കണക്റ്റാന്ന് തോന്നുന്നുണ്ട്. എയും ബിയും, എ ആൻഡ് ബി കണക്റ്റഡ്. ഡൽഹി ഹൈക്കോർട്ട് അലൗ ദ CBI ആൻഡ്, അപ്പോൾ അത് എ ബി കണക്റ്റഡ്. അപ്പോൾ എ ബി എന്നുള്ളൊരു പെയർ കിട്ടും പെട്ടെന്ന് തന്നെ കേട്ടോ. അപ്പോൾ ആൻസർ ഏതായിട്ടുണ്ടെങ്കിൽ എ ബി, ഡി സി, ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന്. കാരണം നമുക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നത് പോലെ. ദ ഡൽഹി ഹൈക്കോർട്ട് അലൗഡ് ദ CBI ആൻഡ് ED. അപ്പോൾ എ ബി കൺഫേം അല്ലേ? എ ബി ഈസ് എ ഡെഫിനിറ്റ് പെയർ. ഇപ്പോൾ എ ബി ഈസ് ഡെഫിനിറ്റ് പെയർ മീൻസ് എ ബി വരുന്ന ഓപ്ഷൻ ഏതാണ്? എ. ഫിനിഷ്. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടാം. എന്നാൽ ഒരു മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ആൻസർ ഒരു മിനിറ്റ് തന്നെ എടുക്കേണ്ടി വരുന്ന കോൺടെക്സ്റ്റും വരാം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്, ഓപ്ഷൻ ഏതാണ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്? എ ബി ഡി സി. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. ദ ഡൽഹി ഹൈക്കോർട്ട് അലൗഡ് ദി CBI ആൻഡ് ED's അപ്പീൽ കൊണ്ട് എ ബി പിന്നെ ഡി ആണ്, ഫോർ ഏർലി ഹിയറിംഗ് ഓൺ ഇറ്റ്സ് ലീവ് ടു അപ്പീൽ അഗെയിൻസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു പെയറാണ് അല്ലേ? എ ബിയും ഇതും പെയറാണല്ലോ. ഏത്? ഡി ഇ. അപ്പം എ ബി പെയറാണ്, ഡി ഇ പെയറാണ് കേട്ടോ. അപ്പോൾ എ ബി പെയറായിട്ട് കിട്ടുന്നു, പിന്നെ ഡി ഇ ഒരു പെയറായിട്ട് കിട്ടുന്നു, പിന്നെ ലാസ്റ്റ് മിച്ചോളം ഏതാണ്? സി വരുന്നത്. അപ്പോൾ എ ബി ഡി സി കണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസറായിട്ട് വന്നിരിക്കുന്നത്. പിടികിട്ടെ. അപ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. എങ്ങനെയാണ് ഓപ്ഷൻസിലേക്ക് നോക്കുക കേട്ടോ. ഓപ്ഷൻ നോക്കണം. ഇവിടെ എ ബി ഉണ്ട്, ഇവിടെ CB ഉണ്ട്, DA ഉണ്ട്, BD ഉണ്ട്, നോ റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ആൻസർ നോ റീഅറേഞ്ച്മെൻ്റ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഗോയിങ് ടു എക്സാമ്പിൾ നമ്പർ 3. Directions again. In each of the questions given below, a sentence has been divided into again 5 parts. Rearrange the parts of the sentence to make a grammatically correct and contextually meaningful statement or sentence is the instruction given. വായിച്ച് നോക്കിയുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഉണ്ട്. ഇവിടെ എ ആദ്യം വന്നിട്ടുണ്ടല്ലേ? എ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എ ഇവിടെയാണ്. Intensify their agitation from October 1st. Can it be the opening part? ഇത് ഓപ്പണിംഗ് പാർട്ട് ആകുമോ? നെവർ, ബിക്കോസ് ഓഫ് their pronoun. ഇവിടെ there എന്ന് പറയുമ്പോൾ സംവെയർ ദേ എന്നുണ്ട്, എവിടെയോ കാണും. ദേ. സോ ദേ there. സോ ഇത് ഒരിക്കലും നമുക്ക് എ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് പോയി, ഓപ്ഷൻ ഇ പോയില്ല അന്നേരം, കാരണം എ ഒരിക്കലും നമുക്ക് ഓപ്പണിംഗ് പാർട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് വായിക്കുമ്പോഴേ മനസ്സിലാക്കണം ഇവിടെ there എന്ന് വന്ന് പ്രോനൗൺ. അപ്പം അങ്ങനെ പ്രോനൗൺ വരുമ്പോൾ അതിൻ്റെ എവിടെ കണക്ഷൻ ഉണ്ടെന്ന് നോക്കുക. ആരാണ് ദേ there നോക്കാം. Intensify their agitation from October 4. Also that part sounds incomplete totally അല്ലേ? നോക്കി, which will കണ്ടോ, ഇവിടെ which വന്നു. Which will include an indefinite rail roko protest and the social boycott of political leaders
farmers' outfits announced that they would. ഇതൊന്ന് വായിച്ചിട്ട് what do you feel when you read where you get a pair? രണ്ടെണ്ണം ഒരുമിച്ച് കിട്ടുന്നുണ്ട് എവിടെയെങ്കിലും? ആരായിരിക്കും there? ഇപ്പം ദേ ഇവിടെ വന്നു, ദേ ഇവിടെ വന്നു കണ്ടോ, ദേ ഈ. ബട്ട് വാട്ട് ദേ, ദാറ്റ് ദേ. അപ്പം ദാറ്റ് ദേ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല, ഓപ്പണിംഗ് ആവത്തില്ല സെന്റൻസ്. അപ്പം ഇതൊരു പെയർ എന്ന് തോന്നുന്നുണ്ടോ? ഫാമർ ഔട്ട്ഫിറ്റ്സ് അനൗൺസ് ദാറ്റ് ദെയർ. അപ്പം ഏതാണ് പെയർ? ഇത് ഡി ഇ. അപ്പം ഡി ഇ കിട്ടുന്നുണ്ടല്ലോ ഓരോ ഓപ്ഷനായിട്ടുണ്ടോ. ഫാമർ ഔട്ട്ഫിറ്റ്സ് അനൗൺസ് ദാറ്റ് ദേ വുഡ് ഇന്റൻസിഫൈ അല്ലേ. അപ്പം ഡി ആൻസർ കണ്ടോ, ഡി എ കണ്ടോ, ഡി എ ബി സി. എവിടെയാണ് ഡി എ ബി സി ഉണ്ടോ? ഇത് ഓപ്ഷൻ സി. അപ്പം നിങ്ങൾക്ക് ഡി എ കിട്ടിയില്ലേ, ഡി എ. ഫാമർ ഔട്ട്ഫിറ്റ്സ് കേട്ടോ, ഫാമർ ഔട്ട്ഫിറ്റ്സ് അനൗൺസ് ദാറ്റ് ദേ വുഡ് ഇന്റൻസിഫൈ ദെയർ അജിറ്റേഷൻ ഫ്രം ദേ ദിസ് ഡേ. വേർ ഇസ് ദേ? ദേ വുഡ് ഇന്റൻസിഫൈ ദെയർ അജിറ്റേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങി, ഇവിടുന്ന് ഫാമർ ഔട്ട്ഫിറ്റ്സ് മനസ്സിലായി. അപ്പോൾ കിട്ടി ഡി ഇ എ, ഇത് നമുക്ക് കിട്ടുന്നു. പിന്നെ ബാക്കി ബി സി ആഡ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ഇതേ ഉള്ളൂ കണ്ടോ ഇത്. അപ്പോൾ ഡി കിട്ടിയാൽ മതി, ഡി കിട്ടിയാലും മതി. അപ്പോൾ യു ഷുഡ് ഫീൽ, നമുക്ക് ഫീൽ ചെയ്യണം ദാറ്റ് ഡി ഈസ് ദി ഓപ്പണിംഗ് പാർട്ട്. ഡി ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം സെൻറ്റൻസിൻ്റെ എന്നുള്ള ഫീൽ. ഇങ്ങനെ കണക്ട് ചെയ്യണം, ഓപ്ഷൻസിലേക്ക് പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ റീഅറേഞ്ച് ചെയ്ത് ഒരുപാട് സമയങ്ങളുടെ ആൻസർ ഓപ്ഷൻ പെട്ടെന്ന് ആൻസർ ഓപ്ഷൻ എടുക്കാൻ നോക്കുക. ചിലർ പിന്നെ ആദ്യമേ തന്നെ ഈ ഓപ്ഷൻസിലേക്ക് നോക്കുന്നു കേട്ടോ. ചിലർ ഇതിലേക്ക് നോക്കും, ഈ ഓപ്പണിങ്സ് ഉണ്ട്. ആദ്യം നോ അറേഞ്ച്മെൻറ്റ്, നോ റീഅറേഞ്ച്മെൻറ്റ് ഈസ് റിക്വയർഡ്, then there is C, then there is D, then there is B, then there is A. ഇതിലേക്ക് നോക്കിയിട്ട് അവർ ഇവിടെ നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ എടുക്കുന്നത് കാണാറുണ്ട് ചിലരൊക്കെ കേട്ടോ. ചില സമയങ്ങളിലൊക്കെ വളരെ സക്സസ് ആയിട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ട്രാറ്റജി എങ്ങനെ വേണം എന്നുള്ളത് എപ്പോഴും അതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചെയ്യുന്നത്, അപ്പോൾ മൂന്നാമത്തെ മൂന്നിലും മൂന്ന് രീതിയിലല്ലേ സെൻറ്റൻസ്. 3 types of sentences, 3 different contexts and 3 ideas. So accordingly you make your approach, develop your approach. Let's proceed to question number 4. Look at this kando. Again the same instructions, 5 parts and rearrange. ഇതിങ്ങനെ കുറച്ച് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പാരാജിമ്പിൾസ് കമ്പൽസറി ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോൾ വരുമോ വരാതിരിക്കുകയോ. ഇത് വന്നാൽ ഒരെണ്ണം വന്നു അല്ലെങ്കിൽ രണ്ടെണ്ണം വന്നു. പക്ഷേ പാരാജിമ്പിൾസ് വന്നാൽ 5 മാർക്കാണ്. അതറിയാമല്ലോ. പാരാജമ്പിൾസ് അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ക്ലോസ് ടെസ്റ്റ് കിട്ടണേ, എൻ്റെ സ്ലോട്ടിൽ ക്ലോസ് ടെസ്റ്റ് വരണേ എന്നാണ്. വന്നാൽ ഏറ്റവും നല്ലത്. നമുക്ക് ക്ലോസ് ടെസ്റ്റ് ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാം. അടുത്ത ദിവസം കാണാം ക്ലോസ് ടെസ്റ്റ്. പക്ഷേ പാരാജമ്പിൾസ് വന്നാൽ ടൈം കൺസ്യൂമിങ് ആവും. കിട്ടി പോയാൽ പോയി. അവസാനമേ ചെയ്യാറുള്ളൂ എല്ലാവരും ഈ പാരാജമ്പിൾസ് അല്ലെങ്കിൽ പാരാ ഫോർമേഷൻ ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് ചെയ്ത് സക്സസ് ആയാൽ പാരാജമ്പിൾസ് ചെയ്യാനും നമുക്ക് അല്പം കൂടെ നമ്മുടെ തിങ്കിങ് ഡെവലപ്പ് ആകും. നമുക്ക് ലോജിക് കിട്ടും, നമുക്കൊരു സ്ട്രാറ്റജി കിട്ടും, നമുക്കൊരു ട്രിക്ക് കിട്ടും, ഒരു ഐഡിയ കിട്ടും, നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ തുടങ്ങണം. ഇത് കുറേ ചെയ്ത് പഠിക്കുക ആദ്യം, നേരെ പാരാജമ്പിൾസിലേക്ക് പോകുക. ഇത് കുറേ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പാരാജമ്പിൾസ് തുടങ്ങാൻ പറ്റും കേട്ടോ. പാരാജമ്പിൾസ് എന്ന് പറയുമ്പോൾ ജംബിൾഡ് സെൻറ്റൻസസ് കേട്ടോ. ആൻഡ് യു ഷുഡ് റീഅറേഞ്ച് ദം ഇൻ ടു ദി ഒറിജിനൽ പാരഗ്രാഫ്. അവിടെ ഒരു പാരഗ്രാഫാണ് ഫോം ചെയ്യേണ്ടത് ഫ്രം ദ 5 sentences given. Here we are dealing with a single sentence, maybe lengthy sentence. SSCക്ക് ഇത്രയും ഒരു ലെങ്തി സെൻറ്റൻസ് ഒന്നും വരാറില്ല. ഓക്കെ, where comes read. Maharashtra governor issued a notification that will enable tribal and other traditional forest dwelling families to build houses in the neighborhood forest areas. What do you feel? വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്തായിരിക്കും ആൻസർ? മഹാരാഷ്ട്ര ഗവർണർ ഇഷ്യൂഡ് എ നോട്ടിഫിക്കേഷൻ ദാറ്റ് വിൽ എനേബിൾ ട്രൈബൽ ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ഫാമിലീസ് ടു ബിൽഡ് ഹൗസസ് ഇൻ ദ നെയ്ബർഹുഡ് ഫോറസ്റ്റ് ഏരിയാസ്. വാട്ട് ഡു യു ഫീൽ? എന്താ ആൻസർ ആയി വരുന്നത്? ഏതാ ആൻസർ? നോ റീഅറേഞ്ച്മെന്റ് റിക്വയർഡ്. സി, നോ റീഅറേഞ്ച്മെന്റ് റിക്വയർഡ് ബിക്കോസ് സെന്റൻസ് ഈസ് പെർഫെക്റ്റ്, ക്ലിയർ. It is not jumbled. It is not fragmented. A sentence which is given in the straight, correct order, in its original order. അപ്പോൾ നമുക്ക് വായിക്കുമ്പം അങ്ങനെയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പഠിക്കണം. ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത് കറക്റ്റ് തന്നെയാണ്, അതിൽ ജംബിൾഡ് അല്ല, അല്ലാതെ മിക്സ് ചെയ്തല്ല തന്നിരിക്കുന്നത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സോ നാച്ചുറലി ഇത് ആൻസർ ഈസ് നോ റീഅറേഞ്ച്മെൻറ്റ് ഈസ് റിക്വയർഡ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഇ ആണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. എനിക്ക് പറ്റുന്നത് പോലെ, ഞാൻ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾക്ക് ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം കേട്ടോ.
അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങളത് ചെയ്യണം. എല്ലാ ദിവസവും കുറേശ്ശെ ഇത് ചെയ്ത് പഠിക്കും. ഒരു 10 എണ്ണം ചെയ്ത് പഠിക്കണം എല്ലാ ദിവസവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെൻറ്റൻസ് എടുത്ത് തന്നെ അത് ജമ്പിൾ ചെയ്യുക, ഒരു 10 എണ്ണം ജമ്പിൾ ചെയ്ത് വേറെ ആൾക്ക് കൊടുക്കുക, പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങൾ തന്നെ പഠിക്കും. ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഷാൽ വി പ്രൊസീഡ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ നമ്പർ 5. Direction again same 5 parts and rearrange the parts in sense to grammatically correct and contextually meaningful statement. What is that? Of the failure of due process, the controversy surrounding the reality that the movement itself is a result, me too are complicated by. എവിടെ തുടങ്ങും? ഓപ്ഷൻസ് നോക്കിയോ കേട്ടോ. ഓപ്ഷൻസ് എ ഉണ്ട്, എ ഉണ്ട്, അല്ലെങ്കിൽ AC ഉണ്ട്, അല്ലെങ്കിൽ C ഉണ്ട്, CB ഉണ്ട്, DA ഉണ്ട്, BE ഉണ്ട്. എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ? ഏത് തുടങ്ങുമോ? ഓഫ് ദ ഫെയിലിയർ ഓഫ് ഡ്യൂ പ്രോസസ്. ഇത് ഓപ്പണർ ആകുമോ? ഇല്ല. അപ്പോൾ അത് പോയി, എ പോയി, ഇത് പോയി അല്ലേ. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുക. പി ഞാൻ എപ്പോഴും പറയുന്നില്ലേ, POE മീൻസ് പ്രോസസ് ഓഫ് എലിമിനേഷൻ. എലിമിനേറ്റിംഗ് റോങ് ആൻസേഴ്സ് ഇമ്മീഡിയറ്റ്ലി. നല്ല പ്രസൻസ് ഓഫ് മൈൻഡ്, മനസ്സ് വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം അത് ചെയ്യുമ്പോൾ. അപ്പോഴും നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, വെർബൽ ആപ്റ്റിറ്റ്യൂഡ്. പറഞ്ഞോളൂ. അപ്പോൾ അത് അപ്പം നോക്കിയേ, ദ കോൺട്രവേഴ്സി സറൗണ്ടിങ്. തോന്നുന്നുണ്ടോ ബി ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട്? ദ കോൺട്രവേഴ്സി സറൗണ്ടിങ് ദ റിയാലിറ്റി ആണോ? ദ കോൺട്രവേഴ്സി സറൗണ്ടിങ് ദ റിയാലിറ്റി ദാറ്റ്, അതൊരു പേരാണോ? ദ കോൺട്രവേഴ്സി സറൗണ്ടിങ് മീ ടു. ഇത് വരത്തില്ല. ബി വരുമ്പോൾ നോക്കിയാൽ ഓപ്ഷനിൽ ബി ഉണ്ടോ? ബി എവിടെയെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ ഡി കറക്റ്റ് ആണോ നോക്കാം നമുക്ക്. അതെ, BCDA കണ്ടോ. ദ കോൺട്രവേഴ്സി, നമ്മൾ എ കളഞ്ഞു, എ എലിമിനേറ്റ് ചെയ്തു. പിന്നെ അതേപോലെ അടുത്തതാണ് ദ കോൺട്രവേഴ്സി സറൗണ്ടിങ് ദ റിയാലിറ്റി. ഇല്ല, ദ കോൺട്രവേഴ്സി സറൗണ്ടിങ് മീ ടു ആർ കോംപ്ലിക്കേറ്റഡ് ബൈ. അപ്പോൾ അത് കിട്ടി നമുക്ക്. ബി കിട്ടിയപ്പോൾ ഇതല്ലേ ആൻസർ ഓപ്ഷൻ വരത്തുള്ളൂ. ഡി ഓപ്ഷൻ ഈസ് ദി ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി കുറേ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള പാരാ ഫോർമേഷൻ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനായിട്ട് പറ്റും. ഇത് കിട്ടിയില്ലേ ഇപ്പം? ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ആൻസർ അത് തന്നെയാണ്, BCDA ഉള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വായിക്കുന്നുണ്ട്, എല്ലാവർക്കും വായിക്കാൻ പറ്റണം. നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ബാങ്ക് സ്റ്റുഡൻസ്, എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നമുക്ക് വായിച്ച് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഒരാളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉയർത്താൻ ഒരു വർഷമൊന്നും വേണ്ട, ഒരു 2-3 വീക്സ് മതി കേട്ടോ. 2-3-4 വീക്സ്, ഒരു മാസമൊക്കെ വായിച്ച് ഒരു 10 to 15 മിനിറ്റ്സ് എല്ലാ ദിവസവും വായിച്ച് കുറേ വേർഡ്സ് ഒക്കെ പഠിച്ച് വൊക്കാബുലറി ഒക്കെ ഡെവലപ്പ് ചെയ്ത്, തിങ്കിങ് ഡെവലപ്പ് ചെയ്ത്, ലോജിക് ഡെവലപ്പ് ചെയ്ത്, കോമൺ സെൻസ് കൂടുതൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ എനിക്കിത് മനസ്സിലാകുന്നില്ലോ, ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് ഓർത്ത് നെഗറ്റീവായിട്ട് ഒരിക്കലും പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇത് പോയത് പൊക്കോട്ട് വരണം എന്നുള്ള ചിന്തിക്കാനുള്ളത്. എക്സാമിന് വന്നു കഴിയുമ്പോൾ ആ പസിൽ ടൈപ്പിലേക്ക് ആരും കയറി പിടിക്കേണ്ട. ആദ്യം ഇത് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാരാഗ്രാഫ്. കൂടുതൽ നമ്മൾ എറർ സ്പോട്ടിങ്, സെൻറ്റൻസ് കറക്ഷൻ, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ വൊക്കാബുലറി, സിനോണിംസ്, ആൻറ്റണിംസ് കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യണം 20 മിനിറ്റ്സിൽ. പ്രിലിംസ് ആണെങ്കിൽ കേട്ടല്ലോ, മെയിൻസ് ആണെങ്കിൽ അവിടുത്തെ സമയം അനുസരിച്ച് ചെയ്യുക. പെട്ടെന്ന് റീഡിങ് നന്നായിട്ട് ചെയ്യണം. റെഡി? അപ്പോൾ ഇതാണത് വായിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് ചെയ്യുമ്പം സ്വയം കേട്ടോ ഇൻട്രോസ്പെക്ട് ചെയ്യണം കേട്ടോ. മേക്ക് എ സെൽഫ് അനാലിസിസ് ഓഫ് യുവർ സെൽഫ്. എക്സാക്ട്ലി ടു വാട്ട് എക്സ്റ്റെൻറ്റ് മൈ മൈൻഡ് ആൻഡ് ഇൻ്റലക്ട് ഈസ് റെഡി ടു അക്സെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദി സെൻറ്റൻസസ് ഗിവൺ ലെവൽ. ഈ ലെവൽ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്, ആ ലെവൽ കേട്ടോ. അപ്പോൾ ആ ലെവൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം, ഗ്രോ ചെയ്യണം കേട്ടോ, വർക്കൗട്ട് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അത് കൂടും. നമ്മൾ ആ ലെവൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും ചെയ്യുമ്പോഴും വീക്ക് ടു വീക്ക് പോകുമ്പോൾ നമ്മുടെ ലെവലാണ് വേണ്ടത്. ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലെവൽ ഓഫ് തിങ്കിങ്, ലെവൽ ഓഫ് ലോജിക് കേട്ടോ, ലെവൽ ഓഫ് സ്പീഡ്, ഇതെല്ലാം ഒരേപോലെ നിൽക്കരുത് കേട്ടോ. നമ്മൾ ഓരോ ദിവസം ചെയ്യുമ്പോൾ ഒരേപോലെ നിൽക്കരുത്. പ്രാക്ടീസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. സ്പീഡ് കൂടി വരണം, ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൂടണം. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ്, ക്വാണ്ട, റീസണിങ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ വേഗത്തിൽ, സ്പീഡിൽ. അതാണ് എബിലിറ്റി എന്ന് പറയുന്നത്, അതിനാ സ്കിൽ എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ, പോരായ്മകളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് ആഡപ്പ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാ ദിവസവും. കുറേ മെറ്റീരിയൽസ് ഇങ്ങനെ എടുത്തു വെച്ച് വായിച്ച് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സൊല്യൂഷൻസ് നന്നായിട്ട് പഠിക്കുക, വായിച്ച് മനസ്സിലാക്കുക. റെഡി? ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ഇറ്റ്? എന്താ കുഴപ്പം? read the following. This instruction ഒരുപാട് വലുതാണല്ലോ. Grammatically correct. In the following questions, a grammatically correct and meaningful sentence given which is divided into 5 parts, where the first part is fixed and highlighted.
In the remaining parts, the sentence namely A, B, C, D, you have to arrange the 4 parts to make contextually and grammatically meaningful sentence. If no such arrangement is possible, mark E as your answer. The merger of Bharati, Infratel, the world's second largest and Indus Towers will create our company. The answer is ACBD. That's the answer. ACBD answer. The merger of Bharati Infratel, A, then C will and AC. The merger of Bharati Infratel and Indus Towers, BD, the world's second largest tower company, will create. That's the question. ACBD rearrange. 7. No. Rearrangement. Upcoming visit to India. The long-awaited trade agreement during US President Donald Trump's appears to be off the table. There you answer. Upcoming visit to India. The long-awaited trade agreement during US President Donald Trump's appears to be off the table. B on the BBC, CB, AC, DC. Answer. Answer CBD. CBDA. That's answer. CB. Upcoming visit to India, A. Then B, the long-awaited trade agreement. Then C, during US President Donald Trump's. Then C, B, the long-awaited trade agreement. And appears to be off the table. Upcoming visit to India. The CB, D. Then directions for questions. Leaders of the Railway Employees Organization alleged that the government wants to hand over the rail infrastructure to the private operators for financial benefit. Answer. ADCB, BACD, CD, BA, DABC, no rearrangement is required. Leaders of the Railway Employees Organization alleged that the government wants to hand over the rail infrastructure to the private operators for financial benefit. Answer no rearrangement. No rearrangement. Correct sentence. Perfect direct. Rearrangement. Now, 9th question, look at that. China has not yet given India the go-ahead to send an 2 coronavirus hit Wuhan aircraft with medical supplies. Rearrange. China has not yet given India the go-ahead to an 2 coronavirus hit Wuhan aircraft with medical supplies. AB connected. AB connected. China has not yet given India the go-ahead. AB answer. ABDC. Connected like AB. AB where options in feeling China has not yet given India the A and B connected. But there is the year optional and the ABDC. ABDC. This is second answer. AB is pair. AB. Once you confirm AB as a pair, then your option is answer B. But confirm I click answer level. 10th question. Mammals and birds move. Mammals and birds move from with a change in season, many one country to another in search of food and shelter and for breeding. Mammals and birds move from with a change in season, many one country, but many many one country to another, move from one country to another. Mammals and birds move from one country to another. Answer A, B, A,
BACD. ഇവിടെ തുടങ്ങുന്നുണ്ടോ? വിത്ത് എ ചേഞ്ച് ഇൻ സീസൺ. ഇവിടെ ഓപ്പണിംഗ് വരുന്നുണ്ട് കേട്ടോ, സോറി, വിത്ത് എ ചേഞ്ച് ഇൻ സീസൺ. അപ്പോൾ അതാണ് കണ്ടത്, വിത്ത് എ ചേഞ്ച് ഇൻ സീസൺ. ഇപ്പം ബി വരുന്നു, പിന്നെ എ വരുന്നു. മാമൽസ് ആൻഡ് ബേർഡ്സ് മൂവ് ഫ്രം. ഇപ്പം ട്രിക്കിയാണ് കേട്ടോ, തെറ്റിപ്പോകും നമുക്ക്. അപ്പം മാമൽസ് ആൻഡ് ബേർഡ്സ് മൂവ് ഫ്രം, അങ്ങനെ നമുക്ക് എടുക്കാൻ തോന്നും ചിലപ്പോൾ അല്ലേ, അപ്പോൾ തെറ്റിപ്പോകും ആൻസർ. എപ്പോഴും BACD വരും ആൻസർ. കാരണം കണ്ടോ, ഇവിടെ തുടങ്ങണ്ടേ, വിത്ത് എ ചേഞ്ച് ഇൻ സീസൺ, മാമൽസ് ആൻഡ് ബേർഡ്സ്, BA. റെഡി? ഇപ്പം ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ഇത് ചെയ്യണം, ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പം ആ കോണ്ടെക്സ്റ്റ് മാറി മാറി വരുന്നതും, അതുപോലെ തന്നെ ഇതിൻ്റെ മീനിങ്, സെൻറ്റൻസസിൻ്റെ മീനിങ് ആൻഡ് കണക്ടിവിറ്റി പാർട്സ് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതും ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. ഓപ്ഷൻസിൽ ശ്രദ്ധിച്ച് നോക്കുക. ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യമായത് കേട്ടോ. 11th ക്വസ്റ്റ്യൻ ഓഫ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റൂൾസ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Questions grammatically correct and meaningful sentence is given which is divided into 5 parts A, B, C, D, E. Part E is fixed. Part E is fixed and highlighted in bold. Part E. What are E and E, 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 E and E. Nokam. The remaining part. Regular state capacity. Of formal informal rules assure according to some norms that enable as well as institutions as the embodiment citizens that the government exercises power regulate state capacity. E confirm the position of E is what? Fixed. Part E is fixed and highlighted. But here it is not highlighted, it is fixed. For the examination, they will highlight it. If they say so, then they will highlight it. Answer option AC, BD, AC and C and D and B and B and opening B very well. A option opening off formal, informal rules is opening according to some norms that enable as well as. Institutions as the embodiment. Option A, then B. Institutions as the embodiment. Institutions as the embodiment of formal, informal. BA, sorry, CA. The C, sorry, the C. CA. CA. CA, option B is the answer. CA. If you this is B, this is C. C. CA. CA. This is institutions as the embodiment of formal informal rules. CA. DB. CA option. CA is the answer. This is the position. A is sentence. A. C is sentence. Institutions. Institutions. Institutions as the embodiment of C and B. B is in the A. B. 12th question. Part E is fixed and highlighted. Part E. British rule. Lengthy, very lengthy. British rule. Secularism was an article of faith across the ideological spectrum, though only in a limited definition as the community-based template of political competition introduced under in the aftermath of partition, seen as the outcome of a seamless sense of national identity. And sense, meaning, a level of question. Options B, B of the first part B and B, then B option C and C option A and D option D and E option C. C under option. C under option. C
പിന്നെ ഇവിടം വരെ ബി, ഇതാണ് സി. ദ കമ്മ്യൂണിറ്റി ബേസ്ഡ് ടെംപ്ലേറ്റ് ഓഫ് പൊളിറ്റിക്കൽ കോമ്പനി ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ. ഓപ്പണിംഗ് ആവും തോന്നുന്നുണ്ടോ? അത് വായിച്ചിട്ട് മീനിങ് വെച്ച് നോക്കുമ്പോൾ അതോ സി? ഡി എടുത്താലോ? ഇൻ ദ ആഫ്റ്റർമാത്ത് ഓഫ് പാർട്ടീഷൻ സീൻ ആസ് ദി ഔട്ട്കം ഓഫ് ഡി. ഔട്ട്കം ഓഫ് ബ്രിട്ടീഷ് റൂൾ അല്ല, ഔട്ട്കം ഓഫ്. നമുക്ക് ഡി എടുക്കാം അല്ലേ? ഡി കൺഫേം ചെയ്തു. ക്യാൻസൽ. ഡി ഉള്ളത് ഏതാണ്? ഡി ഉണ്ടോ? ഡി. ഡി സി എ ബി. ഡി സി എ ബി ആൻസർ. അപ്പം ഡി ശേഷം സി വരും. ഇത് വരും സി. അപ്പം അണ്ടർ വന്നു കഴിയുമ്പോൾ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ കണ്ടോ വരുന്നു സി എ. സി എ കണ്ടോ? സി എ അണ്ടർ ബ്രിട്ടീഷ് റൂൾ, സെക്യുലറിസം. അങ്ങനെ വേർഡ്സ് പരസ്പരം കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി. ഡി സി എ ബി. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ ഒത്തിരി ലെങ്തി ആണെങ്കിലും ചില ട്രിക്കുണ്ട് കേട്ടോ. നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുവാണെങ്കിൽ ഇവിടെ അണ്ടർ വന്ന അണ്ടർ ബ്രിട്ടീഷ് റൂളാണ്. അണ്ടർ ബ്രിട്ടീഷ് അങ്ങനെ കണക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇപ്പം ഇത് സി എ എന്നുള്ളത് കിട്ടും കേട്ടോ. ഇവിടെ സി എ കിടക്കുന്നുണ്ട്. സി എ, സി എ. അവർ പെയർ എടുക്കാൻ ശ്രമിക്കുക. ഡെഫിനിറ്റ് പെയർസ് എടുക്കാൻ, പരസ്പരം കണക്ട് ചെയ്യുക, ചെയ്യിക്കാൻ ശ്രമിക്കുക. 13th ക്വസ്റ്റ്യൻ കണ്ടോ? ദ എക്സ്ക്ലൂഷൻ was not based on gender or sex but on religious. but on religious. ഇവിടെ ഫെയ്ത്ത് ഉണ്ട്. ഇവിടെ കണ്ടത് ഫെയ്ത്ത് അതാണോ നോക്കണം. ബട്ട് ഓൺ റിലീജിയസ് ഫെയ്ത്ത് അങ്ങനെ കണക്ട് ചെയ്യാവോ? ഇപ്പം എ ഡി അല്ല, കേട്ടോ എ ഇ എന്നാണോ? ബൈ വെറ്ററൻ ലോയർ കെ Parasaran sought a the Nair Service Society represented by review of the verdict on the ground that faith in and character of the deity. നോക്കി ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നോക്കിയ ഓപ്ഷൻസിൽ നിന്ന്. അപ്പോൾ ഓപ്ഷൻ എയിൽ ഓപ്പണർ ഇവിടെ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ഡി. ഡി ഫെയ്ത്ത് ഉണ്ടോ? ഡി ഇതാണല്ലേ. നമ്മൾ എ ഉണ്ട്, സി ഉണ്ട്. ഓപ്ഷൻ സി. ദ നായർ സർവീസ് സൊസൈറ്റി. ദ നായർ സർവീസ് സൊസൈറ്റി റിപ്രസെൻറ്റഡ് ബൈ വെറ്ററൻ ലോയർ. അത് വരുമല്ലോ അങ്ങനെ. ഇത് ദ നായർ സർവീസ് സൊസൈറ്റി റിപ്രസെൻറ്റഡ് ബൈ വെറ്ററൻ ലോയർ ഉണ്ടോ? അപ്പോൾ അതങ്ങനെ വരും. ആ കണക്റ്റിൻ്റെ ആൻസർ ഏതാ വരുന്നത്? സി ബി ഡി എ ഇ കേട്ടോ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. സി ബി ഡി എ ഇ. വായിച്ച് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ അത്? ദ നായർ സർവീസ് സൊസൈറ്റി റിപ്രസെൻറ്റഡ് ബൈ വെറ്ററൻ ലോയർ കെ പരാസരൻ സോട്ട് എ കണ്ടോ? അതങ്ങനെ സി ബി ഡി കണ്ടോ? റിവ്യൂ ഓഫ് ദി വെർഡിക്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് ദാറ്റ്. പിന്നെ ഇവിടെ റിലീജിയസ് ഫെയ്ത്തും വരുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് എൻ്റെ കണക്ഷൻ. ഇവിടെ തുടങ്ങാൻ പറ്റണം. ദ നായർ സർവീസ് സൊസൈറ്റി റിപ്രസെൻറ്റഡ് ബൈ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് കിട്ടും. ഒരുപാട് സമയം പോകത്തില്ല, പെട്ടെന്ന് ആൻസർ കിട്ടും. 14th ക്വസ്റ്റ്യൻ. represented by Solicitor General Tushar Mehta. വായിച്ചു നോക്കൂ. While Mr. Venugopal said he did not on Mr. Bhushan. He did not on Mr. Bhushan. The government want the court to impose any punishment. Impose ഉണ്ട്. impose. ഇമ്പോസിന് ശേഷം വരുന്ന പ്രിപ്പോസിഷൻ ഏതാ? ഇമ്പോസ് ഓൺ. ഇതേ ഓൺ കിടക്കുന്നു ഇവിടെ. ഇവിടെ ഓൺ കണ്ടോ? ഇമ്പോസ് ഓൺ. അങ്ങനെ ചിന്തിക്കുക. ഇമ്പോസ് ഓൺ. want the court to impose any punishment was of the opposite opinion. കണക്ട് ചെയ്യാൻ നോക്കി. എവിടെ നിന്ന് തുടങ്ങേണ്ട സ്റ്റാർട്ടിങ് ഓപ്ഷൻസ് നോക്കിക്കേ. സി ഡി ഇ. ഈ ഓപ്ഷൻ ഇവിടെ കിടക്കുന്നത്. ഇവിടെ സി ആണ്, ഇവിടെ ഡി ഉണ്ട്, ബി ഓപ്ഷൻ, സി ഓപ്ഷൻ, എ ഓപ്ഷൻ. ഇവിടെ തുടങ്ങും. ഓപ്പൺ ചെയ്ത് നോക്കിയേ. സ്റ്റാർട്ടിങ് ഓപ്ഷൻ ബി അല്ലേ. while Mr. Venugopal said he did not want, did not want AC ഉണ്ടാവും. സോറി ബി ഡി അല്ലേ. ബി ഡി സി എ. ബി ഡി വരും. ബി
അപ്പോൾ അത് ഇതാണ് ബി. ഇവിടെ വരെ എ ആണല്ലോ. അപ്പോൾ വൈൽ ഹീ സെഡ്, ഇത് ബി ആയിട്ട്, ഇത് ബി ആണ്, ശരിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബി, അപ്പോൾ ബി കഴിഞ്ഞ് ഡി വാണ്ട് ടു, ബട്ട് ഡിഡ് നോട്ട് വാണ്ട് ടു. അപ്പോൾ ഇത് ലെറ്റേഴ്സ് കിടക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് എ, അപ്പോൾ എ ഇതാണ്. ദി വൈൽ മിസ്റ്റർ വേണുഗോപാൽ സെഡ് ഹി ഡിഡ് നോട്ട്, അത് ബി ആണ്. അപ്പോൾ ബി വരുന്നത് ബി ഡി. ഡിഡ് നോട്ട് വാണ്ട് വരും കേട്ടോ, വാണ്ട്, ഡിഡ് നോട്ട് വാണ്ട്. അപ്പോൾ ബി ഡി എന്നുള്ളൊരു പേര് കിട്ടും. ഡിഡ് നോട്ട് വാണ്ട്. പിന്നെ ഇമ്പോസ് ഓൺ വരും, ഇമ്പോസ് ഓൺ. അതുകൊണ്ട് ബി ഡി സി എ ഇ എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ ലെറ്റേഴ്സ്, ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ആൻസർ, ഈ ഓപ്ഷൻസ് ഇങ്ങനെ എ കൊടുത്തിരിക്കുന്ന ബി കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. ഇവിടം വരെ എ ആണ്. ഞാൻ പറഞ്ഞപ്പോഴത്തേനും വൈൽ മിസ്റ്റർ വേണുഗോപാൽ സെഡ്, അപ്പോൾ അത് ഏതിലാണ് വരുന്നത്? ബി ആണ്. അത് എ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ, എ ഇതിൻ്റെയാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ ലെറ്റർ ആൻസർ ഓപ്ഷൻ എടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. മനസ്സിലായാലും ഇത്. അപ്പോൾ ഇതാണ് 14th question. 15th, deposit taking activities all together by making them an offence. അവിടെ വരെ എ കേട്ടോ. The principle is that the bill would ban unregulated. അവിടെ വരെ ബി ആണ്, അതാണ് ബി. Framework that only comes into effect, അതാണ് സി. Ex ante rather than the existing legislative come regulatory, അതാണ് ഡി. Ex post with considerable time lags, അതാണ് ഇ. പാർട്ട് ഇ ഈസ് ഫിക്സ്ഡ് എന്നവർ പറയുന്നു. അവിടെ എല്ലാ ഓപ്ഷൻസിലും പാർട്ട് ഇ. 15th, എവിടെ തുടങ്ങാൻ തോന്നുന്നു? ഇവിടെ തുടങ്ങിയാലോ, കിട്ടുന്നോ? ദ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദി ബിൽ വുഡ് ബാൻ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് ആക്ടിവിറ്റീസ് ഓൾ ടുഗദർ ബൈ മേക്കിംഗ് ദം. അപ്പോൾ ഇങ്ങനെ ബി എ വരുന്നുണ്ട്, ബി എ കണ്ടോ, ഇത് ബി എ കറക്റ്റ് കണ്ടോ. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കുക. ഇങ്ങനെ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആക്ടിവിറ്റീസ് ഓൾ ടുഗദർ ബൈ മേക്കിംഗ് ദം ആൻ ഒഫൻസ്, അവിടെ വരെ എ ആണ്, അതാണ് എ കേട്ടോ. പിന്നെ എന്താണ്? ദ പ്രിൻസിപ്പിൾ. ഇവിടെ തുടങ്ങാം, അതൊരു പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? ദ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദ ബിൽ വുഡ് ബാൻ അൺറെഗുലേറ്റഡ് വാട്ട്? അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആക്ടിവിറ്റീസ് ഓൾ ടുഗദർ ബൈ മേക്കിംഗ് ദം ആൻ ഒഫൻസ്. അപ്പം നമുക്ക് ബി എന്ന് കിട്ടും. ബി എന്ന് കിട്ടും. ആൻസർ ഏത് വരുന്നു? ഇ വരുന്നു അല്ലേ? ആൻസർ ഇ, ബി എ ഡി സി. ബി എ ഡി സി ഇ, ഓപ്ഷൻ ഇ ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം. ആൻഡ് 16th question നോക്കി, സിമ്പിൾ, ഇച്ചിരി ലെങ്ത് കുറഞ്ഞ സെൻറ്റൻസ് ആണല്ലോ. ക്രാഷസ് ഇൻ ദി ഏർലി ഡേയ്സ് ടു ബി കോസ്ഡ് ബൈ ടെക്നിക്കൽ ഫോൾസ് ഓഫ് കൊമേഴ്സ്യൽ ജെറ്റ്സ് ടെൻറ്റഡ് such as metal fatigue in the airframe or engines. DCAB, ABCD ഉണ്ട്, BACD, CABD. No arrangement is required. Opening statements നോക്കി ഡി ഉണ്ട്, DABC. ഇവിടെ തുടങ്ങും. Crashes in the early days to be caused by the technical faults of commercial jets tented. Crashes in the early days to be caused by technical faults of commercial jets. ഏതാ നമുക്ക് ഓപ്പൺ ചെയ്യാൻ തോന്നുന്നു? ആൻസർ ബി എ കണ്ടോ, ബി ആണ്. ബി എ സി ഡി, ബി എ സി ഡി, സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. ബി എ സി ഡി. ഇപ്പോൾ എ, ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടല്ലേ? ഓ കണ്ടോ, ഫസ്റ്റ് സെൻറ്റൻസ് 1 ഈസ് കറക്റ്റ് കേട്ടോ. സെൻറ്റൻസ് 1 കണ്ടോ, ക്രാഷസ് ഇൻ ദി ഏർലി ഡേയ്സ്, ഇത് 1 കറക്റ്റാണ്. ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബി എ സി ഡി എന്ന് ചെയ്യും. ഇത് എ ആണ്, ഓഫ് കൊമേഴ്സ്യൽ കേട്ടോ, അതാണ്. ഇത് ബി ആണ്, such as metal fatigue. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. There have been a lot of drivers not obeying complaints recently about in downtown Boston the speed limits. സിമ്പിൾ ആണല്ലോ, അത് സിമ്പിൾ ആണല്ലോ. ഇവിടുന്നേക്ക് എവിടെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നേക്ക് there have been a lot of complaints കിട്ടത്തില്ലേ? there have been a lot of complaints. അപ്പോൾ there have been a lot of ഇത്
fixed ആണ് 1 ആണ്. There have been a lot of complaints recently about A അല്ലേ? അപ്പോൾ ഏതാ ആൻസർ നോക്കി? ബി ആണ്. BADC. ഇവിടം വരെ എ ആണല്ലോ, ഇതാണല്ലോ എ, അപ്പോൾ ഇത് ബി. There have been a lot of complaints about, അപ്പോൾ BADC. BADC ഓപ്ഷൻ എ ആണ്. There have been a lot of complaints recently about drivers not obeying the speed limits in downtown Boston. So there have been a lot of complaints. അങ്ങനെ വരും. അപ്പോൾ അതാണ് BADC. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ എടുക്കുമ്പോൾ തെറ്റരുത് കേട്ടോ. ഇങ്ങനെ ഈ നമ്പർ 1 ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിക്സ് ആണ്, ബാക്കിയാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രൈവേഴ്സ് നോട്ട് ഒബേയിങ് അതാണ് എ. കംപ്ലയിൻറ്റ് റീസൺലി അപ്പോൾ അത് ബി ആണ്. അപ്പോൾ നമുക്ക് ബി ഓപ്ഷൻ വേണം എടുക്കാൻ. ഓർക്കുക, തെറ്റിപ്പോയി ഇത് എ ആണെന്ന് വിചാരിക്കരുത്. നമ്പർ 18th, Chinese officials say dropped to a 3-year low because of economic growth has the world's economy. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് ആൻസർ എടുക്കാൻ വന്നിരിക്കുക. നമ്പർ 1 ഇവിടെ കിടപ്പുണ്ട്, ചൈനീസ് ഒഫീഷ്യൽസ്. പിന്നെ എ ഓപ്ഷൻ ഏതാണ്? ഡ്രോപ്പ് ടു എ 3-year ലോ ബിക്കോസ് ഓഫ് ബി ആണ്. ഇക്കണോമിക് ഗ്രോത്ത് ഹാസ് സി ആണ്. The world economy D. But Chinese officials say, എന്താണ് പറയുന്നത്? Chinese officials say economic growth has dropped. അങ്ങനെയല്ലേ? ഇപ്പോൾ economic growth has dropped അല്ലേ? അതായത് എ ബി എന്നൊക്കെ ആൻസർ ഉണ്ടോ? CA വരും. CABD. Chinese officials say A, B, അത് സി ആണ്. ഏത്? ഇക്കണോമിക് ഗ്രോത്ത് ഹാസ് സി ആണ്. പിന്നെ എ ഏതാണ്? ഡ്രോപ്ഡ്. അപ്പോൾ സി എ വന്നു കഴിയുമ്പോൾ ഇതാണ് ആൻസർ. CABD ഓപ്ഷൻ ബി. CAB. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ വന്നാൽ എളുപ്പത്തിൽ ചെയ്യേണ്ട, പക്ഷേ ആൻസർ ഓപ്ഷൻ എടുക്കുമ്പോൾ തെറ്റരുത്. 19th, സെയിം പാറ്റേൺ, 1 നമ്പർ കൊടുത്തിട്ടുണ്ട്. I think it's a shame that some foreign language teachers studied with a native speaker college without ever having were able to graduate from. ഇതാണ്. വായിച്ച് നോക്കി ആൻസർ എടുക്കാൻ പറ്റുമോ? കാണാം എല്ലാവർക്കും. ഓപ്ഷൻസ്. ഇറ്റ്സ് എ ഷെയിം ദാറ്റ് സം ഫോറിൻ ലാംഗ്വേജ് ടീച്ചേഴ്സ് എ were able to graduate from. ഇപ്പോൾ എ ഡി അല്ലേ? അതോ AD. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. I think it's a shame that some foreign language teachers were able to graduate from. പിന്നെ സി ആണല്ലേ? കോളേജ് വിത്തൗട്ട് എവർ ഹാവിങ് കേട്ടോ. വിത്തൗട്ട് എവർ ഹാവിങ്. ലാസ്റ്റ് ഓപ്ഷൻ ബി വരും. അപ്പം ADCB ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുക. 20th, the Gita is a spiritual philosophy addressed to all, and we know that there are all kinds of people, each kind differing quite significantly from the other. കണക്ട് ചെയ്യാമെന്ന് നോക്കി. ഓപ്ഷൻസ്. The Gita is a spiritual philosophy addressed to all, and we know that. ഏതാണ് ആൻസർ വരുന്നത്? നോ റീഅറേഞ്ച്മെന്റ് ഈസ് റിക്വയർഡ്. കണ്ടോ? കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ്. ദ ഗീത ഈസ് എ സ്പിരിച്വൽ ഫിലോസഫി അഡ്രസ്ഡ് ടു ഓൾ, ആൻഡ് വി നോ ദാറ്റ് ദെയർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ, ഈച്ച് കൈൻഡ് ഡിഫറിംഗ് ക്വയറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഫ്രം ദ അതർ. നോ അറേഞ്ച്മെന്റ് ഈസ് റിക്വയർഡ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഏറ്റവും അവസാനത്തെയാണിത്. ഇറ്റ്സ് cannabinoid content I couldn't help when I first saw Dr. Sher's new launch, but picture women in a spa with marijuana leaves plastered on their faces and anti-pollution serum duo subtly advertise. Options നോക്കുക. ആൻസർ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ഡി. BDAC ആണ് നമുക്ക് ആൻസർ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇതാണ് 21 ക്വസ്റ്റ്യൻസ്, സ്പെസിമെൻ ക്വസ്റ്റ്യൻസ് ഓൺ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. ഓപ്ഷൻസ് എടുക്കുമ്പോൾ തെറ്റരുത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ എക്സാമ്പിൾസ് ഇങ്ങനെ പറയാം, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് ഹൃദയസ്ഥമാക്കണം കേട്ടോ.
നന്നായിട്ട് ഒരു ലോജിക് അതിനകത്ത് ഒരു ഐഡിയ ഫ്ലോ അതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പരസ്പരം കണക്ട് ചെയ്യാനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് നമുക്ക് ചെയ്യാൻ നന്നായിട്ട് സാധിച്ചാൽ നമുക്ക് ഇതിനൊരു മാർക്ക് കിട്ടാം. പക്ഷെങ്കിൽ അടുത്തത് നമുക്ക് കമ്പൽസറി ആയിട്ട് വരുന്ന ഏതാണ് ഞാൻ പറഞ്ഞ പോലെ പാരാ ഫോർമേഷൻ, പാരാ ജമ്പിൾഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ബേബി സ്റ്റെപ്പ്, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതെന്ന് കാണുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുപഠിക്കുക, സൊല്യൂഷൻ വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഒരു കണക്ടിവിറ്റി എങ്ങനെയാണ് സെൻറ്റൻസസ് പരസ്പരം കണക്ട് ചെയ്യുന്നത്, സ്ട്രാറ്റജി എന്ത് വേണം, അതിന് ഐഡിയ എന്ത് വേണം, അല്ല അതിൻ്റെ മീനിങ് എങ്ങനെ ട്രിക്കി ആയിട്ട് ആ സെൻറ്റൻസ് വരാൻ സാധ്യതയെന്ന് പഠിക്കുക. അപ്പോൾ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ലേണിംഗ് യൂണിറ്റ് ഓൺ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് with a different and new topic. We'll meet you again. Till then, thank you all.